വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സാരിയുടെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു റോയൽ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. റോയൽ ബ്ലൂവിൽ തിൻ ഒരു വുവൺ പാറ്റേണുള്ള സ്ട്രൈപ്പ് ഡിസൈൻസും അതിലൊരു വേക്കൻറ്റ് സ്പേസ് വന്നിട്ട് അതിൽ ഫ്ലോറൽ മോട്ടീവ്സും ആണ് സാരി വരുന്നത്. എൻ്റെ ഒരു സാരി അതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ചെറിയൊരു ഫംഗ്ഷൻ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരിക്ക്. ഒരു ഡബിൾ സൈഡ് ബോർഡർ, ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു തിൻ ലൈൻസ് ആണ് വുവൺ പാറ്റേണുള്ള സ്ട്രൈപ്പ് ഡിസൈൻസും അതിൽ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും ആയിരിക്കും വരുന്നത്. ക്ലോസറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഇതാണ് ബോഡി. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈൽ. ഇതിൻ്റെ മുന്താണി ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ഇതേ ടോണിൽ തന്നെ റോയൽ ബ്ലൂ ടോണിൽ തന്നെ തിൻ ആ ഒരു വുവൺ പാറ്റേണുള്ള ലൈൻസ് ആണ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ്. ആ ഒരു ബോർഡർ ഇല്ല, ഫുൾ ആ ഒരു വുവൺ പാറ്റേണിൽ തന്നെയായിരിക്കും വരുന്നത്. പല്ലു വരുമ്പം സ്ട്രൈപ്പ് പാറ്റേൺസ്. നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ സ്റ്റൈൽ തന്നെയാണ്. ബോഡി എല്ലാം സെയിം പാറ്റേൺ തന്നെ. തിൻ ആ ഒരു വുവൺ പാറ്റേണിലെ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി ആ ഒരു അതേ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ ഒരു സഫയർ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ വുവൺ പാറ്റേൺ, ഫ്ലോറൽ മോട്ടീവ്സ്, ഡബിൾ സൈഡ് ബോർഡർ, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പീച്ചിഷ് പിങ്ക് ആണ്. പീച്ചും ബേബി പിങ്കും ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. സെയിം സ്റ്റൈൽ ബോഡി ആൻഡ് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം അതേ വുവൺ പാറ്റേണിലാണ്. തിൻ ആൻഡ് സ്ട്രൈപ്പ് ഡിസൈൻസും ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും എല്ലാ സാരിയുടെ ബോഡി വന്നിട്ട്. സ്ട്രൈപ്പ് പാറ്റേൺസിലുള്ള പല്ലു, ഡബിൾ സൈഡ് ബോർഡർ ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഫുൾ സാരി വരുന്നത്. സെയിം സ്റ്റൈൽ, ഡബിൾ സൈഡ് ബോർഡർ, പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ്. സെയിം സ്റ്റൈൽ ബോഡി ആൻഡ് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു ചില്ലി റെഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ബോഡി വരിക. ഡബിൾ സൈഡ് ബോർഡർ ആൻഡ് പല്ലു. അടുത്ത കളർ നല്ലൊരു ഐവറി ക്രീം ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെ ബോഡിയും ബോർഡറും എല്ലാം സെയിം പാറ്റേൺ, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. അടുത്ത കളർ മസ്റ്റേഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിനും കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ഡീപ് ബോട്ടിൽ ഗ്രീൻ എല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും. സെയിം അതേ വുവൺ പാറ്റേൺ വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആ സാരി വരുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീനിന്റെ തന്നെ ലൈറ്റ് ടോൺ ആണ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ബോഡി ആൻഡ് പല്ലു. നെക്സ്റ്റ് സാരി ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ്, ഡബിൾ സൈഡ് ബോർഡർ ആൻഡ് പല്ലു. ലാസ്റ്റ് സാരിയാണ് കോൾ ബ്ലാക്ക് ആണ് സാരിയുടെ കളർ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ. എല്ലാ സാരീസിന്റെയും പാറ്റേൺ ഒന്ന് തന്നെ കേട്ടോ. ഇതേ സ്റ്റൈലായിരിക്കും ബോഡി വരുന്നത്. എല്ലാ സാരീസും കളേഴ്സ് ആയിരുന്നു മാറി മാറി വന്നത്. ഫ്ലോറൽ ഡിസൈൻസ്, ബോർഡർ, പല്ലു, ബ്ലൗസ്.